ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫിഷ് റെസിപ്പിയുമായിട്ടാണ്. മീൻ പുളി വെച്ചത് അഥവാ മീൻ മുളകിട്ടത്. അങ്ങനെ രണ്ടു തരത്തിലും നമുക്ക് പറയാം. തേങ്ങ അരയ്ക്കാതെ നമുക്ക് നല്ല രീതിയിൽ മീൻ എങ്ങനെയാണ് പുളി വെച്ച് വെക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മീൻ പുളിയിട്ടത് വെക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ണൻകൊഴിയാള എന്ന് പറയുന്ന ഒരു ചെറിയ മീനില്ലേ, ആ മീനിനെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളി ആണ് കുറച്ചും കൂടി ടേസ്റ്റി. ഇനി ഇത് അതില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്താൽ മതി. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിനുള്ള പുളി. ഇത്രയുമാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ഞാനിവിടെ അത് കുക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ മൺചട്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ മൺചട്ടി അതൊന്ന് ചൂടായി വരണം. അതുപോലെ മൺചട്ടി ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പുളിയെ കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് ഈ പുളിയെ ഒന്ന് ഇതുപോലെ ഒന്ന് കൈവച്ചൊന്ന് ഞെരടി വെക്കണം. നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു ഇടികല്ലുണ്ടെങ്കിൽ അതിലിട്ട് ചതയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഇടികല്ലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മൾ ചതച്ചെടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചതയ്ക്കാനായിട്ട് പറഞ്ഞത്. ഇതിപ്പോൾ ചതച്ച് കിട്ടിയിട്ടുണ്ടല്ല. ഇപ്പൊ മൺചട്ടി നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കടുക് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. പിന്നെ ഒരു നുള്ള് ഉലുവ അതാണ് ഈ ചേർക്കുന്നത് കടുക് പൊട്ടിയതിന് ശേഷം. ഇനിയിപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞോണ്ടേ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ച മണമൊക്കെ മാറി അതൊന്ന് വാടി ഒരു കളർ മാറുന്ന ഒരു ടൈം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇപ്പൊ ഇത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ വാടി വന്നതിൽ നമുക്കിനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് ഞാനിവിടെ 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന നല്ല മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മാറ്റണം. പിന്നെ മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പൊടികളുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ എരിവിനനുസരിച്ച് ഇപ്പൊ ചിലർ പച്ചമുളക് ചേർക്കുന്നവരുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നവരുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം, പച്ചമുളക് ചേർക്കണമെന്നുള്ളവർക്ക് ഇപ്പോഴും ചേർക്കാം, കുഴപ്പമില്ല. കുരുമുളക് പൊടി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നീടേ ചേർക്കാറുള്ളൂ. ഇപ്പൊ നമ്മുടെ മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അത് 1 കപ്പാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ഇനി അതിന്റെ കൂടെ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിന്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിള വരണം, അതിനുശേഷം മീൻ ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്ന് തോന്നി. അതാണ് ഞാൻ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നത്. കുരുമുളക് പൊടി കുറച്ചെങ്കിലും ചേർക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ആ ഒരു മണം ഒരു പ്രത്യേക ഫ്ലേവർ തരും കറിക്ക്. അപ്പം ഇത് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിക്കാം. ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്നത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഈ മീൻ ചേർത്ത് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് അതിന് മുന്നേ ചേർത്താലേ മീൻ അങ്ങ് പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇപ്പം ഈ മീൻ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഫുൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒന്ന് എല്ലാം ഒരേപോലെ ഈവനായിട്ട് സ്പ്രെഡായിരിക്കും. ഒന്നിൻ്റെ മേളിൽ കിടക്കാതെ നമുക്ക് സ്പ്രെഡായിരിക്കാനാണ് ഇങ്ങനെ ഓരോന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണം. മീനി നമ്മൾ ഇളക്കുമ്പോഴും എല്ലാം സൂക്ഷിച്ച് ചെയ്യണം, കാരണം മീൻ അങ്ങ് അധികം ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ട് ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ ഒന്ന് വറ്റി വരണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നത്. അപ്പം നമ്മൾ ഈ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അടുക്കി പിടിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോഴൊന്ന് ഇളകി വരും. നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നതിന് പകരം ആ സ്പൂൺ ഇട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മീനിൻ്റെ പീസസ് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ടേസ്റ്റും കൂടി ചെയ്ത് നോക്കണം. ഈ ഒരു ടൈമിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാനായിട്ടാണ്. ഇതിപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടി ഇതൊന്ന് വറ്റട്ടെ.
ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്നങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചങ്ങ് വെക്കാം. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഇത് ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം. അതിങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം. എപ്പോഴും ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നത്. അത് അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞ് സെർവ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ ഇനിയും ഈ മൺചട്ടിയിലിരുന്ന് കുറച്ചും കൂടി അത് വറ്റി സെറ്റായി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ പുളി വെച്ചത് അല്ലെങ്കിൽ മീൻ പറ്റിച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ ഈ റെസിപ്പി മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.